ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമായിരിക്കും അല്ലേ? ജനുവരി 1-ാം തീയതിക്കല്ലേ പുതിയൊരു വർഷം തുടങ്ങാമല്ലേ? അപ്പോൾ ഒരാളെ കാണാൻ പോവാമെന്ന് വിചാരിച്ചു. ഈ കാണാൻ പോകുന്ന ആളും ഞാനും തമ്മിൽ കുറേ വർഷത്തെ ബന്ധമുണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് കുറച്ചധികമായി. ഡിസംബർ 31-ാം തീയതി തന്നെ പോകണമെന്ന് വിചാരിച്ചതാ, പക്ഷെ പറ്റില്ല. എന്നാൽ പിന്നെ ജനുവരി 1 തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഇന്നലെ കിടക്കാൻ വൈകിയോണ്ട് ഇന്ന് എണീക്കാനും വൈകി. സത്യത്തിൽ ഇന്ന് ആളെ കാണാൻ പോകാമെന്ന് വിചാരിച്ചായിരുന്നു, ഞാൻ പിന്നെ മറന്നുപോയി. ഏതാണ്ട് ഒരു 11:30 ആയപ്പോഴാണ് പിന്നെ എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ അച്ഛനോട് പറഞ്ഞു വേഗം റെഡി. ഇപ്പം കുറച്ച് ദിവസമായിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ നട്ടുച്ചയാവണം എനിക്ക്. എന്തായാലും പോവല്ലേ, ഇപ്പോൾ കുഞ്ഞിനെയും കൂട്ടാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല വെയിലുണ്ട്. എത്തിപ്പോയി. ഞാൻ കാണാൻ വന്ന ആൾ ഇതാ ഇവിടെയാണുള്ളത്. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ വരവുകൾക്ക് കുറച്ചധികം ഗ്യാപ്പുണ്ട്. ഇവിടെ വന്ന് ഉള്ള സങ്കടങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ മനസ്സിനൊരാശ്വാസം വരും. ഇവിടെ വന്ന് ഇതാ ഇങ്ങനെ തിരി കത്തിച്ചേക്കും. കുറച്ച് ഇങ്ങനത്തെ കളർഫുൾ തിരിയല്ലാട്ടോ ഞാൻ കത്തിക്കാറ്. ഇതൊന്ന് കുഞ്ഞിനെ കൊണ്ടുപോയോണ്ട് കുഞ്ഞനാണ് ഈ കളർ തിരിയൊക്കെ വാങ്ങിയത്. എനിക്ക് ഞാൻ സാധാ ചെയ്യണ പോലെ തന്നെ ചെയ്തില്ലെങ്കിൽ മനസ്സിനൊരു തൃപ്തി ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് എന്ത് ചെയ്യാനാ, കുഞ്ഞൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ തിരിയൊക്കെ കത്തിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം പള്ളിയുടെ അകത്ത് പോയിരുന്ന് പുണ്യാളനോട് സംസാരിക്കും. ഞാനിവിടെ വന്ന് എനിക്ക് പറയാനുള്ള വിശേഷങ്ങൾ സങ്കടങ്ങളൊക്കെ പറയും. ഞാൻ പ്രാർത്ഥിച്ച അധികം കാര്യങ്ങൾ എനിക്ക് പുണ്യാളൻ നടത്തി തന്നിട്ടുണ്ട്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ പ്രാർത്ഥിക്കാറ്, എൻ്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാറുണ്ട്. പള്ളിയിലോട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ ഒരു പപ്പാനീനെ കണ്ടില്ലടാ. തിരിച്ച് പോയപ്പോൾ കുഞ്ഞനാണ് എനിക്ക് ഈ പപ്പാനീനെ കാണിച്ചു തന്നെ. അങ്ങനെ പുണ്യാളുടെ അടുത്തൊക്കെ പോയി ഞാൻ ഹാപ്പിയായി. അപ്പോൾ ഓക്കെ, ബൈ.